പൂജ നടത്തിയതിനെ തുടർന്ന് വിവാദത്തിലായ കോഴിക്കോട് കുറ്റ്യാടിയിലെ നെടുമണ്ണൂർ LP സ്കൂൾ നാളെ മുതൽ തുറന്നു പ്രവർത്തിക്കും. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ അധ്യക്ഷതയിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് തീരുമാനം. ചൊവ്വാഴ്ച രാത്രി 8:30യോടെയാണ് സ്കൂളിലെ ക്ലാസ് മുറിയിലും പ്രധാനാധ്യാപികയുടെ മുറിയിലുമായി പൂജ നടന്നത്. വിവരമറിഞ്ഞ് പ്രതിഷേധവുമായി എത്തിയ നാട്ടുകാരും CPM പ്രവർത്തകരും യുവജന സംഘടനകളും ചേർന്നാണ് പൂജ തടഞ്ഞത്. തുടർന്ന് പ്രതിഷേധം ശക്തമായതോടെയാണ് സ്കൂൾ താൽക്കാലികമായി അടച്ചുപൂട്ടിയത്. BJP അനുഭാവിയായ സ്കൂൾ മാനേജർ അരുണ, ഭർത്താവ് രാജേന്ദ്രൻ, മകൻ യുധീഷ്, സ്കൂളിലെ മറ്റൊരു അധ്യാപിക എന്നിവരുടെ നേതൃത്വത്തിലാണ് പൂജ നടന്നത്. AEO പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ സ്കൂളിൽ പൂജ നടന്നതിൽ ചട്ടലംഘനം നടന്നതായി കണ്ടെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന PTA യോഗത്തിൽ മാനേജറുടെ മകനും PTA അംഗങ്ങളും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റം നടന്നിരുന്നു. മാനേജറുടെ മകൻ രുദ്രനെ PTA യോഗത്തിൽ പങ്കെടുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് വാക്കേറ്റമുണ്ടായത്. തുടർന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ തീരുമാനമായത്. നമ്മുടെ വിദ്യാലയത്തിൽ നടന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് രാവിലെ അടിയന്തരമായി സർവകക്ഷി യോഗം വിളിച്ചു ചേർക്കുകയും സർവകക്ഷി യോഗ തീരുമാനപ്രകാരം ഏകകണ്ഠമായി നാളെ 17-ാം തീയതി രാവിലെ വിദ്യാലയം തുറന്നു പ്രവർത്തിക്കാനുള്ള തീരുമാനമെടുത്ത് സർവകക്ഷി യോഗം പിരിഞ്ഞു. സ്കൂളിന്റെ താക്കോൽ അനധികൃതമായി കൈവശം വെച്ച മാനേജറുടെ മകൻ രുദ്രനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും പൂജയ്ക്ക് കൂട്ടുനിന്ന അധ്യാപികക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നും സർവകക്ഷി യോഗത്തിൽ ആവശ്യമുയർന്നു. കൈരളി ന്യൂസ്, കോഴിക്കോട്.